ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും വരാമരത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു സൺഡേ, നല്ല മഴയാണ് എല്ലായിടത്തും. ഇപ്പോൾ എനിക്ക് മറ്റേ വടക്കോട്ട് എല്ലായിടത്തും റെഡ് അലേർട്ടായി. വയനാട്, കാസർഗോഡ് എല്ലാം റെഡ് അലേർട്ടാണ്. അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക. അപ്പൊ അതിലുപരി കഴപ്പാണ്. അതെ, അതിലുപരി നമ്മുടെ പ്രിയപ്പെട്ട സലീമേട്ടൻ ഇന്നലെ രാത്രിയിലല്ലേ നല്ലൊരു കലാകാരനായിരുന്നു. പിന്നെ തീർച്ചയായും എന്റർടൈനർ ആയിരുന്നു. അങ്ങനെ പറഞ്ഞൂടാ. അതെ, എനിക്ക് പുള്ളിയുടെ അല്ലേ സി ഡി മൂസ പുള്ളിയുടെ കുറെ ഇഷ്ടം പോലെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ പുള്ളിയുടെ ഒരു തുറുപ്പൂല സോറി മായാവിക്കത്തുണ്ട്. മായാവി അങ്ങനെ കുറെ ഇഷ്ടം പോലെ പടങ്ങൾ. അല്ല, പുള്ളിയുടെ ഒരു ഡയലോഗ് നമ്മൾ പറയാത്തൊരു ദിവസം മിക്ക ദിവസങ്ങൾ കാണില്ലേ, എന്താ ഏതെങ്കിലും സാഹചര്യത്തിൽ പറയും എന്തെങ്കിലും വരും. അപ്പൊ പുള്ളിയുടെ ഒരു വേർപാടെന്ന് വെച്ചാൽ കുറെ പേര് പോയി. ശരിയാണ്, കുറെ പേര് പോയി. പെട്ടെന്ന് പുള്ളിക്കാൻ 50 വയസ്സേ ഉള്ളൂ. പെട്ടെന്ന് പയ്യായിരുന്നു പുള്ളിക്ക്. അതുപോലെ ശീലങ്ങൾ എല്ലാവരുടെയും നോക്കുക, ആരോഗ്യം, ശരീരം എല്ലാവരും ശ്രദ്ധിക്കുക, അതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാൻ പുള്ളിക്കാരൻ്റെ ആത്മാവിനെ പ്രാർത്ഥിക്കാം ഇല്ലടാ. അപ്പൊ പിന്നെ അപ്പൊ ഒരു ടോപ്പിക്, അപ്പൊ ഇന്നത്തെ ടോപ്പിക്കായിട്ട് പറയാനായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞു ചെറിയ ടോപ്പിക്കാണ്. അപ്പൊ എടാ, ഇപ്പൊ നീ സഫാരി എടുത്തില്ലേ, നിന്റെ വണ്ടിയിൽ നീ ആഗ്രഹിക്കുന്ന മോഡിഫിക്കേഷൻ എന്നൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? എക്സ്ട്രാ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ശല്യം ഉണ്ടാക്കുന്ന ലൈറ്റ് അല്ല. നമ്മളിപ്പോ എന്നാലും അങ്ങനെ ശല്യം ഉണ്ടാകുന്നില്ല, നിനക്കൊരു ആഗ്രഹം ഒന്നുമില്ല. അല്ലേ, പോട്ടെ, ശല്യം ഉണ്ടാക്കാത്ത പറയട്ടെ, ശല്യം ഉണ്ടാക്കണ്ട. ആവശ്യമുള്ള കുറച്ച് ലൈറ്റുകൾ, പിന്നെ കുറച്ച് സ്റ്റിക്കർ വർക്ക്, ആക്സസറീസ് ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ടയർ ഒരു ബോഡി ലിമിറ്റിന് കുറച്ച് പുറത്തോട്ട്. നീ ഇപ്പൊ ഒരു വണ്ടി എടുക്കും, കാർ എടുക്കും. ഓക്കെ, നിനക്ക് നിന്റെ ഒരു ആഗ്രഹം ഉണ്ടോ അതൊരു മോഡിഫൈ ചെയ്യണം? അതെന്താ ഇതിനെ എങ്ങനെയായിരിക്കും ആലോചിക്കുന്നത്? പൊട്ടണോ? നിനക്കും അതൊക്കെ തന്നെ ആയിരിക്കില്ല അതൊക്കെ. പിന്നെ ആടാ ആഗ്രഹമില്ലാത്ത ഇപ്പോ നമ്മുടെ സർക്കാർ മോഡിഫിക്കേഷൻ നിയമം കൊണ്ടുവന്നല്ലോ, സർക്കാരിന്റെ സർക്കുലർ അവരിറക്കിയല്ലോ. അല്ല, അത് നമ്മുടെ പൂക്കി പിള്ളേരെല്ലാം ഊക്കി. അത് ഒരു ഊക്കല്ല, 18 തരം ഊക്ക്. സത്യം പറയല്ലോ, ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ അവിടെ ഏറ്റവും കൂടുതൽ യുവാക്കളെ പിടിച്ച കാര്യം മോഡിഫിക്കേഷന്റെ പേര്. ഇത് വളരെ മെച്ചപ്പെട്ട ഒരു ഇതായിപ്പോയി. അല്ല, ഏറ്റവും ഹൈലൈറ്റ് അറിയോ, സീറ്റ് കവർ ഇടാന്ന്. അല്ല, സ്റ്റിയറിംഗിനെ അവരിട്ടൂടെ? നാളെ പറയും കീച്ചിങ് ഇടാം. അതെ, അല്ല, ഇത് വേറെ കാര്യമുണ്ട്. ഈ സീറ്റ് കവർ ഇട്ടെന്നും വീൽ കപ്പ് ഇട്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏത് വണ്ടിയെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്? പണ്ട് വണ്ടി ഇറങ്ങിയ കാലം തൊട്ടേ, വീൽ കപ്പൊക്കെ ഇറങ്ങിയ കാലം തൊട്ടേ ഷോറൂമിൽ നിന്ന് വീൽ കപ്പ് ഇട്ട് വണ്ടി ഇറങ്ങുന്നുണ്ട്. പിന്നെ മാറ്റ് അവരിട്ട് ചേരും, സ്റ്റിയറിംഗിന് കവർ അവരിട്ട് തരും. ഇപ്പോഴത്തെ വണ്ടികൾക്ക് ഓട്ടോമാറ്റിക് പാർക്കാവും. നമ്മൾ ഡ്രൈവ് ചെയ്യണ്ട ടെസ്ല പോലത്തെ വേറെ ഇവിടുത്തെ വണ്ടികൾക്കും ഉണ്ട്. എനിക്ക് പേരറിയത്തില്ല, എന്നാലും അത് ഓട്ടോമാറ്റിക്കലി ഇത് പൈസ കാസ്ട്രോടെ മറ്റേ BMW ഇവിയോ ഒരു EV ഇലക്ട്രിക്കൽ വണ്ടിയുണ്ട്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് പാർക്കാവും. ഇത് ഇപ്പൊ ഒരു BM ഇറങ്ങിയാല്, ഒരു ഔഡി ആണെങ്കിലും ബെൻസ് ആണെങ്കിലും ഇതിനെല്ലാം കമ്പനിയായിട്ട് ഒരു ക്യാമറ, ഒരു സെൻസറൊക്കെ വെച്ചിട്ട് ഇറക്കുന്നത്. എന്തിനാ പുതിയ സുസുക്കിയുടെ വണ്ടിക്കകത്തുണ്ടല്ലോ, പിന്നെ എന്തിനാ അത് BYD എന്ന് പറഞ്ഞ പുതിയ ബ്രാൻഡ് അല്ല അത്, അങ്ങനെ ഒരു ബ്രാൻഡ് വണ്ടിക്കകത്ത് അവര് വലിയ രീതിയിലുള്ള സെറ്റപ്പിളായിട്ട് ഇറക്കിയേക്കുന്നത്. അതിനൊക്കെ എന്തിനാ അനുമതി? ഇപ്പൊ അനുമതിയായിട്ടാണ് അവർക്ക് ഒരു കമ്പനിയായിട്ട് ഇറക്കുന്ന സാധനത്തിന്. ഓക്കെ, ഇപ്പൊ ഒരു മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പിള്ളേർക്ക് വാഗ്ദാനം കൊടുത്ത് അങ്ങനെ കുറെ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിയിട്ട് അതിനപ്പുറം പിള്ളേർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി ഒരു ഇപ്പൊ നമ്മുടെ ഗണേഷ് കുമാർ ഇരിക്കുന്ന സമയത്താന്ന് തോന്നുന്നു മറ്റേ കൂളിംഗ് ഫിലിം ഒട്ടിക്കാന്നുള്ള അനുമതി കൊണ്ടുവന്നു. അത് പുതിയ കാര്യമൊന്നുമല്ല, ഇല്ലയോ? ഈ പറഞ്ഞ 18 ലിസ്റ്റിൽ ഏതാ പുതിയ അനുമതി? അത് കഴിഞ്ഞ സർക്കാരിക്കുമ്പോഴേ നമുക്ക് അനുമതി കിട്ടിയ കാര്യമാണ്. ജീപ്പിന്റെ വേളി പണ്ട് വെക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ ലീഗലായി.
നിർദ്ദേശങ്ങളായിരിക്കും. അല്ല ഇതിന് എനിക്ക് തോന്നുന്നില്ല ഇതിനെ കുറേ മാറ്റമൊന്നും അല്ല ഇത് ഓക്കെയാണ്, ഇത് ഇത്രയും ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും അത് പ്രൊസീഡ് ആയിട്ട് പോകും. ഓക്കെ, ഞാൻ ആ ലിസ്റ്റ് വായിക്കാം കേട്ടോ. സീറ്റ് കവർ, പിന്നെ സ്റ്റിയറിംഗ് വീൽ കവർ, പിന്നെ GPS ട്രാക്കർ ഇല്ലാത്ത വണ്ടിക്ക് GPS, പിന്നെ ഫോർമാറ്റ് ഇടരുത്, കമ്പനി പോയി പറ്റില്ല. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അത് വേണ്ടല്ലോ, നമ്മള് പഞ്ചറിനെ കൊണ്ട് ടയർ അടിക്കും. ഇന്ത്യൻ ആംബിയന്റ് ലൈറ്റിംഗ്, അതൊക്കെ മറ്റേ അടിയിൽ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുക്കുന്നവരുണ്ട്. പിന്നെ ടോ ഹുക്കുകൾ, അതെന്തോ ഓൾറെഡി ഉണ്ട്. പിന്നെ ഡാഷ് ക്യാമറ വണ്ടിക്ക് ഓർക്കണം. പിന്നെ റൂഫ് ക്യാരിയർ നീളം പറഞ്ഞു. പിന്നെ റിവേഴ്സ് ക്യാമറ ഇപ്പൊ കൊടുക്കുന്നേ ഇല്ല, ഒരു വണ്ടിക്കും ഇല്ല റിവേഴ്സ് ക്യാമറ ഇല്ല. ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി എടുത്ത റിവേഴ്സ് ക്യാമറ കിട്ടത്തില്ല നമുക്ക്. 360 ക്യാമറ ഇറങ്ങുന്ന കാലം ഒന്ന് ആലോചിക്കല്ലേ. സീറ്റ് കവറിന്റെ ഒരു കേസ് എന്ന് പറയാൻ നമ്മള് വണ്ടി ഇറക്കുമ്പോൾ ചായ പിടിക്കാൻ നമ്മൾ കമ്പി പുറത്തിരുന്ന് ഓടിക്കുന്നത്. ഇതിന് സർക്കാരിന്റെ അനുമതി കിട്ടിയിട്ട് മതി നമുക്ക്. 50% സ്വകാര്യമായ സൺഫിലിം. പിന്നെ പാർക്കിംഗ് സെൻസർ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്താ മനസ്സിലായില്ല നമ്മുടെ ഇതാ പാട്ട് കേൾക്കുന്ന. അതെ, പിന്നെ ക്രോം കണക്ഷൻ എന്തോ ഡോർ ഹാൻഡിലൊക്കെ ക്രോം പിടിപ്പിക്കത്തില്ല, സ്റ്റീല്. പിന്നെ ഡോർ വൈസറുകൾ, അഡീഷണൽ സ്പീക്കറുകൾ. കാര്യം ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിൽ എനിക്ക് കുറച്ചും കൂടെ ഇനിയിപ്പോ യൂസ് ആവാൻ പോകുന്ന 2 സാധനങ്ങളാണ് ഈ ലാസ്റ്റ് പറഞ്ഞ 2 സ്റ്റിക്കർ വർക്ക്. ഓക്കെ, അഡീഷണൽ സ്പീക്കേഴ്സ്. മറ്റേ ക്യാമറ പണ്ട് ഓർമ്മയുണ്ടോ നിനക്ക്? നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സിനകത്തൊക്കെ JBL സൗണ്ടുകൾ ബാസ് ട്യൂബുകൾ വെട്ടി എടുത്ത് മാറ്റി കളയായിരുന്നു. മൊത്തം എനിക്ക് തോന്നുന്നു ഇനി അത് വരും. ബാസ് ട്യൂബ് പിന്നെ അടിച്ചു കയറ്റും. പിന്നെ സ്റ്റിക്കറുകൾ പണ്ട് മറ്റേ സണ്ണി ലിയാൻ തൊട്ടിന്റെ മറ്റേ അല്ല അശ്ലീലമായിട്ടുള്ള രീതിയിലുള്ള സ്റ്റിക്കർ ഇപ്പോഴും പറ്റത്തില്ല. വേണ്ട, സണ്ണി ലിയോൺ നല്ല സാരി എടുത്തിരിക്കുന്ന സ്റ്റിക്കർ ഇല്ല. അല്ല അതൊക്കെ അത് അംഗീകരിക്കും, അത് അംഗീകരിക്കേണ്ട ഫോട്ടോ ഇല്ല. അല്ല, സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നത് അത് അങ്ങനെ അനുമതി തന്നത് അത് പുതിയ കാര്യമാണ്, നമ്മൾ അംഗീകരിക്കുന്നു. അല്ല അത് ഇപ്പൊ ലീഗലായി. പക്ഷെ ഈ 18 തരം എന്നും പറഞ്ഞുകൊണ്ട് ഇത്ര ഈ മുഴപ്പിച്ച് പറയാൻ എന്തോ ഇരിക്കും. 16 ബേസിക്കും 2 പുതിയത് 16. അതാ പറഞ്ഞേ, 16 തരം ഷോറൂമിൽ നടക്കണം, 2 റിലീസ് ചെയ്യാം. RCയിൽ മാറ്റം പറ്റി വാഹനത്തിന് നിർമ്മാണത്തില് പുതിയ അത് കഴിഞ്ഞ സർക്കാരിക്കുന്ന കാലം തൊട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ മാറ്റൽ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ തന്നെ വേറെ എഞ്ചിൻ വെക്കാം. ഇപ്പം പൊളിക്കുന്ന അവിടെ നിന്ന് നമുക്ക് എഞ്ചിൻ ഇലക്ട്രിക് ആക്കി മാറ്റാം. അത് പുതിയത് അതുണ്ടോ? RCയിൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇലക്ട്രിക് ആക്കി മാറ്റുന്നത്. പിന്നെ LPG CNG എന്നുള്ള കിറ്റ് വെക്കാൻ പറ്റും. അതൊക്കെ പണ്ടേ അതൊക്കെ ഉള്ള കാര്യമില്ലയോ? അപ്പൊ ഭിന്നശേഷി സൗഹൃദമാക്കും. അതുകൊണ്ടല്ലോ കാലും കൈ വയ്യാത്തവർക്ക് ഇവിടെ ക്ലച്ചും അല്ല അതൊക്കെ ഇപ്പോഴും നിരത്തിൽ ഓടുന്നുണ്ടല്ലോ. അല്ല ഇതിനകത്ത് പറ്റിയപ്പോ ഇവര് ആഗ്രഹിച്ച മറ്റേ ഇതൊക്കെയാണ് ടയർ സൈസ് വർദ്ധിപ്പിക്കല്, പിള്ളേർ ആഗ്രഹിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്നോർക്കല് വെക്കുക, ബമ്പർ വെക്കുക. ഇപ്പൊ ഒരു SUV വണ്ടിക്കാണെങ്കിൽ അതിലെ ഈ വെള്ളം ഒരു പരിധിക്ക് മേളിൽ വെള്ളം കയറുമ്പോഴേ എയർ ഫിൽറ്ററിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇത് വണ്ടിയുടെ വേണ്ടിട്ട് കുഴൽ വെക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങൾക്ക് പിന്നെ ശല്യമില്ലാത്ത കാര്യങ്ങളാ, ഉപകാരം വരുന്ന സാധനങ്ങളാ. അതാ ഒരു പ്രളയം വരുമ്പോ ഈ പിള്ളേരെ വണ്ടി മൊത്തം വേണം. ഹോൺ വേണ്ട. ഓക്കെ, ഹോൺ വിത്ത് സൈലൻസ് ഉള്ള പൊട്ടികൾ അതൊക്കെ അതൊക്കെ ചേട്ടത്തരമാണ്. അല്ലടാ, ഈ അങ്ങനെ ഒരു ആർക്ക് ശല്യം ഉണ്ടാവാത്ത രീതിയിൽ വണ്ടി പണിച്ച് കൊണ്ടുവരുന്ന എത്ര പിള്ളേരുണ്ടെന്ന് അറിയാമോ? സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്ത് ഇതാ ഇപ്പൊ ഒരു വലിയ ടയർ എന്തൊക്കെ അതല്ല, ഇതിപ്പം ഒരു ടയർ ഇച്ചിരി ഒരു ഇത്ര ഇഞ്ച് ഇത്ര കൂട്ടിയിട്ടെന്ന് പറഞ്ഞോണ്ടോ അല്ലെങ്കിൽ ഒരു സ്നോർക്കൽ വെച്ചെന്ന് പറഞ്ഞോണ്ടോ ഒക്കെ ആർക്കാ ശല്യം ഉണ്ടാവുന്നില്ല. പിന്നെ പറയാം, അല്ലെങ്കിൽ ഒരു അലോയ് കിട്ടുന്ന പറഞ്ഞാൽ ആർക്കാ ശല്യം? ഒരു രീതി ബാധിക്കാം. ഇൻഷുറൻസ് കിട്ടത്തില്ല എനിക്ക് തോന്നുന്നില്ല. കമ്പനി ക്ലെയിം ചെയ്ത് എനിക്ക് തോന്നുന്നില്ല. അവര് അവരുടെ കമ്പനി വെഹിക്കിളിനകത്ത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്തില്ല. കാരണം പണ്ടും നമ്മുടെ ബൈക്കിന്റെ ഹാൻഡ് മാറ്റി വെച്ചാൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. ഓ ശരി ശരി. അതായത് വണ്ടിയുടെ ഒറിജിനൽ പാർട്സ് മാറ്റി നമ്മൾ വേറെ സാധനം വെച്ചിട്ട് ഇടിക്കുവാണ്. അല്ല ഇപ്പൊ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അതിന്റെ ബുക്കിലുണ്ടല്ലോ ഈ ഇത്ര ഇഞ്ച് വരെ ടയർ കൂട്ടിയിടാന്നുള്ളത്. ഒരുപാട് തള്ളി നിൽക്കുന്നതല്ല, ബോഡി ലെവല്. ഇല്ലേ ടയർ സൈസ് ഇച്ചിരി കൂട്ടാന്നുള്ള ഇല്ലയോ? കമ്പനി ടയറിൽ നിന്ന് ഇത്ര വ്യത്യാസം ഇപ്പൊ നമ്മള് ഒരലവ് കിട്ടെന്ന് പറഞ്ഞോണ്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു പിന്നെ സ്നോർക്കൽ വെച്ചെന്ന് പറഞ്ഞോണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ഇപ്പൊ തന്നെ ഉപകാരമുള്ള സാധനം തന്നെ. എല്ലാത്തിനും പോസിറ്റീവ് എല്ലാം പക്ഷെ ഈ അല്ല ഇത് ഈ വിമർശനം വരുന്നത് എവിടാന്നറിയാവോ? ഈ വോട്ട് ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്ന മോഡിഫിക്കേഷൻ അവര് വണ്ടി കൊണ്ടു നടക്കട്ടെ, അവര് വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, അവര് വൃത്തിയായിട്ട് കൊണ്ടു നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അതെ,
പുള്ളി ഉദ്ദേശിച്ചായിരിക്കും. അന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിയമമുണ്ട്, അതിനെ എങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓവർകം ചെയ്തിട്ട് ഇവർക്കൊരു കേന്ദ്രം സുപ്രീം കോടതിയുടെ ഒരു ആയിരിക്കാം. അല്ല പറഞ്ഞ കേന്ദ്ര സുപ്രീം കോടതി ആയിക്കോട്ടെ. ഇത് രണ്ട് ഏതോ ആയിക്കോട്ടെ, ഇതിനെ ഓവർകം ചെയ്തിട്ട് ഒരിക്കലും ഒരു സംസ്ഥാനത്തിന്റെ ഭരണം അല്ലെങ്കിൽ ഒരു അധികാരി സർക്കാരിന് പറ്റത്തില്ല. അതാണ് അന്ന് ഗണേഷ് കുമാർ പറഞ്ഞത്. പറ്റുന്ന രീതിയിൽ ഇളവ് കൊടുക്കുക. അപ്പൊ ബസിന്റെ വൈറ്റ് ആക്കിയ സമയത്ത് അയാൾ പറഞ്ഞില്ലോ, അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഏതാ ഈ കേന്ദ്രത്തിന്റെ കീഴിൽ പഞ്ചാബിലും മധ്യപ്രദേശിലും വലിയ റോഡില്ല. ശരി, അവിടുത്തെ വേറെ അവിടുത്തെ റോഡ് നിയമങ്ങൾ വ്യത്യാസം കാണും. ഈ കുറച്ച് ഗ്രാമങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ വ്യത്യാസം അപ്രൂവ് ഓടുന്നല്ലോ ചെയ്യുന്നില്ലേ തന്നെ. ഇവിടെ നമ്മൾ കണ്ടില്ല മറ്റേ റോഡ് ഷോയ്ക്കൊക്കെ വണ്ടികൾ മോഡിഫൈ ചെയ്ത് റോഡിൽ നടക്കാം. ഇവിടുത്തെ കൂട്ട് അത്ര സ്ട്രിക്റ്റ് അല്ലല്ലോ അവിടുത്തെ. അങ്ങനെ ആയിരിക്കാം, ചിലപ്പോ അതായിരിക്കാം, അറിയത്തില്ല. നീ പറഞ്ഞ ശരി, മറ്റേ ട്രാക്ടർ കണ്ടില്ല, മറ്റേ ബൈക്കിൽ സ്പ്ലെൻഡറിന്റെ ബൈക്കിൽ ഇത്രയും നിറയെ ഹോണൊക്കെ നിറച്ച് പോകുന്ന ടീംസിന്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ ഇങ്ങനെ ഒരു വണ്ടിയുടെ മോഡിഫിക്കേഷന്റെ കാര്യം പറയുമ്പോൾ പുള്ളി ഇങ്ങനെ ചിരിച്ചു കാണിക്കും. അങ്ങനല്ല. അന്നേരം ഈ പിള്ളേര് വിചാരിക്കുന്നത് അറിയാം, പിള്ളേരെന്നുള്ളതല്ല, ഈ വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരാൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അയാളുടെ വണ്ടി എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളൊരു പല രീതിയിലുള്ള. ഇപ്പൊ ഒരു അലവ ഇടുക, ഒരു സ്പോയിലർ വെക്കുക, അപ്പം പ്രോഗ്രാം വെക്കുക, അത് ശല്യമില്ലാത്ത രീതിയിലുള്ള കാര്യമായി പറയുന്നത്. അപ്പം അതൊന്നും ഈ ലിസ്റ്റിനകത്തില്ല. ലിസ്റ്റിനകത്ത് അതാ പറഞ്ഞ ഈ ആൾക്കാർക്ക് അട്ടിനാശം വെള്ളപ്പൊക്കം പറ്റിച്ച പിന്നെ പൊട്ടിച്ചാൽ കുടിച്ചു വിടും കേട്ടോ. പിന്നെ ഇത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ അതിനെ ഈ ഒരു ഇപ്പൊ ഇങ്ങനെ ഇറക്കിയ ഒരു ലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ട്, ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇതിനെ എതിർക്കുന്ന കുറെ പേരുണ്ട്. അപ്പം ഈ എതിർക്കുന്നവരെന്തോരം ഇപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റ് വരുമ്പോ അതിനിടെ എന്തോരം കമന്റ് ഇടും, ഇങ്ങനെ ഇത് അല്ലെങ്കിൽ കുറ്റം പറയാണ്ട് കമന്റ് ഇടും. അപ്പം അതിനെ ഈ കുറ്റം പറയുന്നവരെ പറയുന്ന കുറെ പേരുണ്ട്. അവര് നിങ്ങൾ ഇതിനപ്പുറം നിങ്ങൾക്ക് എന്ത് വേണം? കാര്യം പറഞ്ഞാ അല്ല, നിങ്ങൾ അടിമകളാണ് കുറ്റം പറയുന്നത്. ഈ പറയുന്നവരെ അടിമകള്. കാര്യം മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട്, പക്ഷെ കുത്തിപ്പോയി. അതെ, ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ ഇത് പുറത്ത് കളിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അതിപ്പോ മനസ്സിൽ ചീത്ത വിളിക്കുക. കമ്മ്യൂണിസ്റ്റ് ആയ നമ്മൾ എതിർക്കാനുള്ള എതിർത്ത് പറയാം. കമ്മ്യൂണിസ്റ്റ് പറഞ്ഞിരിക്കുമ്പോ സമയത്ത് ഈ മോഡിഫിക്കേഷൻ വിഷയമൊക്കെ നമ്മൾ എന്തോരം കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അതെ. പക്ഷെ ഇത് ഇല്ലേ, ആശ കൊടുത്താലും ആശ കൊടുക്കലെന്ന് പറയും. ഇത് ആശ കൊടുത്തേ പറ്റിച്ച് വോട്ട് മേടിച്ച പരിപാടി. 10% ആൾക്കാർ വണ്ടി മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കേരളത്തിൽ വോട്ടുള്ളവർ. അവർ ഇത് കേട്ടിട്ടെ ഓക്കെ ഇതില് വരുമ്പോ നമുക്ക് എന്തെങ്കിലും വണ്ടിക്ക് പറ്റിരിക്കാൻ പേടിയില്ല ചെയ്യാലോ. 100 പേരുടെ 10 പേർ ഓട്ടാ, 110 പേര്. നമുക്ക് 3 കോടി ജനങ്ങളുണ്ട്. 3 കോടി ജനം കേരളത്തിലുണ്ട്. അതിനകത്ത് വോട്ട് കിട്ടുന്ന കുട്ടിക്ക് 1.5 കോടി അല്ലെങ്കിൽ 2 കോടി കുട്ടിക്കും, 1 കോടി ജനങ്ങൾ പിള്ളേർ അങ്ങനെ കൂടി വയസ്സായിരുന്നു. ഇതിനകത്ത് ഒരു 10% പറയുമ്പോൾ ഒരു 2 കോടിക്ക് 10, 20 അത്ര ലക്ഷങ്ങൾ ആളുകൾ വരും. ഇവര് ജയിച്ചവരല്ല, ഈ ജയിച്ചവരല്ല എത്ര 10,000 വോട്ടിന് ലീഡ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് പോയ 65,000 80,000 ഒക്കെ പോട്ടെ. ഈ ചിലപ്പോ ഇതൊക്കെ ആണെങ്കിലോ ഈ അതിന്റെ ഫസ്റ്റ് ആണ് നമ്മൾ ആദ്യമേ ഇട്ടില്ല വീഡിയോ KSRTCന്റെ പരിപാടി. നടക്കാത്ത കാര്യങ്ങൾ വോട്ട്. അതായത് ഇതിപ്പോ പുള്ളി ചിലപ്പോ നല്ല സ്വഭാവമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പുള്ളി നല്ല ഭരണമാണെങ്കിൽ പോലും, പുള്ളി ഈ വോട്ട് പിടിക്കാൻ വേണ്ടി പറഞ്ഞ രീതിയിൽ ആവത്തോളൂ. എനിക്ക് ഞാനും വിചാരിച്ചു ഓക്കെ. മറ്റേ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ട്രോൾ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടത്. ഈ ഇലക്ഷന്റെ ഇത് കഴിഞ്ഞിട്ട് ഈ MBDയുടെ പ്രശ്നങ്ങളൊന്നും വന്നില്ലല്ലോ, അതൊന്നും വരുന്നില്ല. അപ്പൊ ഇവര് പഠിക്കുന്നു വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ പിറ്റേന്ന് രാവിലെ ന്യൂസ് നോക്കി ഇത് കാണുന്ന 18 മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് MBDക്കാര്. ആ അടക്കുന്ന സീറ്റ് കവർ നമ്മള് നിലവിൽ ഞാൻ കയറിയ ഒരു വണ്ടിക്കാർ സീറ്റ് കവർ അല്ല, നമ്മള് നിലവിൽ ഉപയോഗിച്ചോണ്ടിരുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ വന്നേക്ക് നോക്കാം. അഡീഷണൽ ആയിട്ട് സ്റ്റിക്കർ ഉണ്ടാവട്ടെ. അത്ര ഒമിനി നമുക്ക് പൊളിക്കോളാം. ഇത് ഇത്ര മോട്ടിവേഷൻ ഉണ്ടോ നമുക്ക്? ഇത്ര മോട്ടിവേഷൻ ഒമിനിക്ക് അല്ല. ഇത് ഭയങ്കര മോശമായി പോയി. മോശം എന്നുള്ളതല്ല, ഇത് സങ്കടമായി പോയി ആൾക്കാർ. കേട്ടോ, അല്ല എല്ലാരും പ്രതീക്ഷിച്ച ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് അയ്യോ എന്തോ ഒരു വൈറലായ വീഡിയോ. ഉടനെ മറ്റേ ഡീറ്റെയിലിംഗ് സെന്റർ എല്ലാം മോഡിഫിക്കേഷൻ പരിപാടി അങ്ങ് തുടങ്ങി. വണ്ടികളങ്ങ് പിടിച്ചു കേട്ടോ, ഓറങ്ങ് പിടിച്ച അങ്ങളോ. അവര് ബുക്കിംഗ് തുടങ്ങി. ഇനി
ഇത് ചെയ്ത ഇനി മോഡിഫൈ ചെയ്ത് സീറ്റ് കവർ ഇട്ട് സ്റ്റിയറിംഗിന് കവർ ഇട്ടൊക്കെ കൊടുക്കും. അതാണ് പറയുന്നത്. ഇത് സീറ്റ് അതാ ഞാൻ പറഞ്ഞേ, സീറ്റ് കവർ ഇട്ടതിന് സ്റ്റിയറിംഗിന് കവർ ഇട്ടതിന് മാറ്റിട്ടതിന് കാരണം പിടിച്ചത്. അതാ അതല്ലേ കാണാൻ പറ്റുന്ന കേൾക്കുമ്പോഴേ എന്തായാലും അറ്റാമ്പൂലേക്ക് ഇപ്പൊ തരുമെന്ന് പറഞ്ഞിട്ട് അന്ന് ഗണേശ് മാറ്റം നടക്കുന്ന കാര്യമല്ലോ. സത്യം. ഇതാണ് ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്ത് പറ്റിക്കാന്ന് പറഞ്ഞ. അല്ലാതെ പക്ഷെ ഇത് വേറെ കാര്യമുണ്ട്. എനിക്ക് എന്തൊക്കെ പറഞ്ഞു കോൺഗ്രസിന്റെ PR ടീം കൈ കൊടുക്കണം കേട്ടോ. ഇലക്ഷൻ സമയത്ത് കൊണ്ടങ്ങ് അലക്കി വെച്ചിട്ട് എന്നാ പിന്നെ ഒന്നും ഉണ്ടാക്കിരുന്നാ പോരെ. ഒരു രണ്ട് കാര്യം വെച്ചിട്ടാണ് ഇലക്ഷൻ അവർ കൈപിടിച്ചത്. KSRTC സൗജന്യയാത്രയും വണ്ടിയുടെ മോഡിഫിക്കേഷൻ. ചെറുപ്പക്കാരെ വോട്ട് പോകാൻ കിട്ടിയില്ലേ? ചെറുപ്പക്കാരെ പെണ്ണുങ്ങളെ വോട്ട് പോകാൻ കാരണം അവരുടെ പറഞ്ഞ സമയത്താണ് ഇത് വെള്ള പെയിന്റ് തൊട്ട് ആക്കി ഫ്ലൈറ്റ് വരും. എന്തിന് ഗണേഷ് കുമാർ തോറ്റപ്പോ പൊങ്കാല സ്കൂളുകാർ പൊങ്കാല അയാള് തോറ്റപ്പോ അവര് പറഞ്ഞ പുതിയ വണ്ടി വേണം, മഞ്ഞ പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞ് നിയമം കിട്ടുന്നത്. വെള്ള പെയിന്റ് അത് ഞാനും ആലോചിച്ചായിരുന്നു. സത്യം പറയാലോ, വെള്ള പെയിന്റ് ഗണേഷ് കുമാർ അല്ല, ആന്റണിക്കാര് ആണോ? അതെന്താ പുള്ളി അന്നിന്റെ ബസ് അപകടത്തിൽ അത് മനസ്സിലായി. അത് പുള്ളി ആ സമയത്തായിരുന്നു പറഞ്ഞു. മുമ്പുള്ള പക്ഷെ അത് ഞാൻ ആലോചിച്ചു, വണ്ടി നല്ലോണം ഓടിച്ച കളറുണ്ടെന്ന് പറഞ്ഞ പ്രശ്നമില്ല. പിന്നെ വേറൊരു പറയാം, ഈ അകത്തെ ലൈറ്റ് വെളിയിൽ വരുന്നത് വോക്കല് ഭയങ്കര ശല്യമാണ്. അല്ല വോക്കലൊക്കെ സമ്മതിക്കണമെന്ന് ഞാൻ പറയത്തില്ല. വോക്കല് ഭയങ്കര ശല്യമാണ്. അതൊക്കെ വേറെ അലമ്പ് പരിപാടി. അതൊക്കെ വോക്കല് പണ്ടൊക്കെ ഇടി മുഴക്കം മാത്രമേ അത് ഇപ്പൊ ഇല്ല. ഇപ്പൊ അലമ്പ് അതല്ല, നമ്മള് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊന്നും അല്ലല്ലോ. ഭംഗി വണ്ടിക്ക് ഒരു ഭംഗി കൂട്ടാ. ഇപ്പൊ എടാ ഒരു കാർ വാങ്ങിയ ഒരു 4 അലോയ് ഇട്ടാ മതി. നമുക്ക് കാരിയർ മറ്റേ മണ്ടേ പെട്ടി വെക്കണ്ട, നമുക്കൊന്നും ചെയ്യണ്ട. നമ്മൾ 4 എന്നാ പിന്നെ ഈ വന്ന പെട്ടി സുമോയിലുണ്ട്, ജീപ്പിനകത്ത് ഞാൻ പറഞ്ഞില്ല കാരിയർ. അതല്ല ഇപ്പഴല്ലേ പെൻഡയർ എന്ന് പറഞ്ഞ ബോക്സ് ഒക്കെ വന്നില്ലേ. നമുക്ക് അതൊന്നും വേണ്ട. നമുക്കൊരു 4 അലോയ് ഇടുക, 4 അലോയ് ഇടുക, വലിയ ശല്യം ഇല്ലാതെ നമുക്ക് കണ്ണടിച്ച് പോകാൻ 2 ലൈറ്റ് വെക്കുക. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പരിപാടികളാ. നമുക്ക് ഹോണൊന്നും വേണ്ട. ഹോണൊക്കെ എന്തുവാ മറ്റേ 1000-700 രൂപയ്ക്ക് ഊനോ മിണ്ടാല്ലേ ഹോൺ കിട്ടാൻ. അതെ, അത് മതി. അത് നമ്മൾ പോലും കേൾക്കാൻ പറ്റത്തില്ല ഹോൺ ചിലപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ. നമുക്ക് ഈ ചെറിയ മോഡി അല്ലാതെ ഈ ലിസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ബേസിക് എന്നുള്ള ഒരു ബ്രാക്കറ്റിൽ കൊടുക്കണം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഷോറൂം ചെയ്തത്, അല്ലാതെ അഡീഷണൽ ആയിട്ട് ഇവര് പറയുന്നത് ഇത്രയും എന്ന് പറയണമായിരുന്നു. ഞങ്ങള് നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കട്ടെ. അതെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും നിയമപരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ അനുവദിക്കും. അല്ലെങ്കിൽ നിയമപരമായി എന്തോ കട്ടോ അല്ല പറഞ്ഞ അല്ലെങ്കിൽ പറയാം, ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും ചെയ്യാം, ഞങ്ങൾ ബാക്കി കൂടെ പഠിക്കട്ടെ, നിയമങ്ങൾ അനുസരിച്ച് നോക്കട്ടെ, നിങ്ങൾക്ക് ഒരു അടുത്തതായിട്ട് നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അങ്ങനെ പോയാൽ ഇത് അല്ലെങ്കിൽ അല്ല അതെ അല്ല ഒന്നുകൂടെ നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരാം. അല്ലാതെ ഇയാള് മോഡിഫിക്കേഷൻ ബോഡി കിറ്റ് ഇറങ്ങുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ രസമായി പോയി. അതെ, എന്നിട്ടൊരു പാട്ടും ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കമ്പനിയുടെ പതുണ്ട് പുള്ളി ഇരുന്നവരായിരുന്നു. അതെ, അല്ല ഇത് കുറെ ആദ്യമേ അല്ല, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ്, കുറച്ച് കഴിയുമ്പോ ഓവറായിട്ട് തോന്നും. ഞാൻ വെറുതെ തുടങ്ങി എല്ലാവരും ഇപ്പൊ വിദ്യാരംഭത്തിന് കാണുന്ന പുള്ളിക്കാരെ പരിപാടി കാണിക്കുന്നത് പുള്ളി പിന്നെ തുടങ്ങിയത്. പിന്നെ അതിൽ ചില സെലിബ്രിറ്റികൾ ചെയ്യുന്ന പരിപാടികളാണ്. ഒരു കാര്യത്തിൽ വൈറലായി കഴിഞ്ഞാൽ അത് അങ്ങ് വെറുപ്പിച്ചു കളയാം. അത് അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. കാര്യം ഈ ഒരു കാര്യം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട്. അതെ അതെ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത്. വലിയ മോഡിഫിക്കേഷൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. പണ്ടത്തെ മെമ്മറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റ്ഫ്ലിപ്പിക്കുന്ന കാരണം അതൊക്കെ ഇപ്പോഴും മോഡിഫിക്കേഷനെ കൊണ്ടുവരുന്നത്. അതെന്ത് മോഡിഫിക്കേഷൻ ആണ്? അപ്പൊ കമ്പനിക്കാർ അപ്പൊ ഓൾറെഡി ഷോറൂമാര് മോഡിഫൈ ചെയ്താണ് വണ്ടി വിടുന്നത്. മോഡിഫിക്കേഷൻ പറയുക സീറ്റ് കവറും ഈ ഞാനിവിടെ റിവേഴ്സ് ക്യാമറ എങ്ങനെ ഈ ലിസ്റ്റിനകത്ത് ആംബിപ്യൂറും നെറ്റിപ്പൊട്ടൊന്നും കൊണ്ടുവരാൻ കാര്യമായി കേട്ടോ. കിച്ചൺ ഇടാം, നിങ്ങളുടെ വണ്ടി കിച്ചൺ തൂങ്ങിക്കിടക്കുന്ന മുന്തിരി മുന്തിരിടാം. ആംബിപ്യൂർ ഇടാം. 360 ക്യാമറ ഉള്ള വണ്ടിയാണ്. ഇതൊക്കെ അതാ പറഞ്ഞ മറ്റേ സാറും ആ കമ്പനിയുടെ 360 ക്യാമറ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട്
എല്ലാം വന്നിട്ടുണ്ട്. അത് ഇതിനകത്ത് എന്താണ് പ്രത്യേകത? അതാണ് ഇത് കമ്പനിയോട് നിലവിൽ ഇപ്പൊ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇവര് ലിസ്റ്റ് കൊടുത്തേക്കുന്നത്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതൊന്നും ഇല്ലാത്ത വണ്ടികളിൽ ഇത് ഫിറ്റ് ചെയ്യാം. അതിപ്പോ ചെയ്യുന്നില്ലടാ. അതിപ്പോ ചെയ്യാം. പണ്ട് കാലത്തെ 97 അല്ല നമ്മുടെ പഴയ സെന്നി ഉണ്ടായിരുന്നു. സെന്നിനകത്തുണ്ടായിരുന്ന മാറ്റി സ്റ്റിയറിംഗ് കവർ ഉണ്ടായിരുന്നു. ആ ഷോറൂമിൽ തന്നെ വരുന്നത്. ഇപ്പൊ ഈ ചില ബേസ് മോഡൽ എടുത്തിട്ട് പണിയുന്നുണ്ട്. ഇത് തന്നെ ഇതിപ്പോ എല്ലാരും ചെയ്തു. ഇപ്പൊ ഇപ്പഴല്ലത് പണ്ടോടെ ഇപ്പൊ ശാങ്കോട് ചെയ്യാൻ ചെയ്തപോലെ പേപ്പറുകൾ ടോപ്പ് എൻഡ് വണ്ടിയുടെ പാർട്സ് എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നത് അത്രേ ഉള്ളൂ. ടോപ്പ് എൻഡിന്റെ ഞാൻ പറഞ്ഞത്. അതായത് നമ്മള് 800 മോഡിഫൈ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മള് സ്ക്രീനൊക്കെ വെക്കുവാണെങ്കിൽ അതല്ലേലും പേപ്പറിനകത്ത് ഇപ്പം അല്ലാതെ വണ്ടിയിലാക്കി പേപ്പർ വരുന്നില്ല. സ്പീക്കറും സിസ്റ്റവും അത് വരുന്നത് അതെന്ന് പറഞ്ഞാലേ ഓട്ടോയിൽ വെക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. അല്ലെ മനസ്സിലാവാത്തോണ്ട് ഓക്കെ. ഇപ്പം ഇപ്പൊ ഒരു മറ്റേ ഇതുണ്ടല്ലോ JBL-ന്റെ ബാസ് ട്യൂബ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചാൽ ഓക്കെ ഭയങ്കര സൗണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതൊക്കെ ഈ വണ്ടി പാടില്ലെന്ന് പറയാം. അല്ലാതെ ഈ സീറ്റ് കവർ മാറ്റി എനിക്കതാ മനസ്സിലാവാതെ ഈ ലിസ്റ്റ്. ഈ സീറ്റ് കവർ മാറ്റി എന്തിനു കൊണ്ടുവന്നു? ഈ സ്റ്റിയറിംഗ് കവർ എന്തിനു കൊണ്ടുവന്നു? ഈ ക്രോം എന്തിനു? അതാ ക്രോം വേണ്ട അവരുടെ എല്ലാം. നമ്മുടെ ഡസ്റ്ററിനകത്ത് ഫ്രണ്ട് മൊത്തം ക്രോം, അത് സ്റ്റിക്കർ അടിച്ച് അത് മാറ്റി. ക്രോം വേണ്ട, എന്തിനാ ക്രോം? അയ്യേ ഇത് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് വായിലൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. ഓൾറെഡി പുള്ളിക്കാരന് മറ്റേ എന്തോ പറഞ്ഞ ഒരു പ്രിൻസിപ്പാളിന്റെ സസ്പെൻഡ് ചെയ്യുന്ന സ്ഥലം മറ്റേ നാളെ നമ്മളെ മൊത്തത്തിൽ അട്ടപ്പെട്ട ജയിലിൽ കിടക്കേണ്ടി വരും. ഇല്ലേ ബിരിയാണിയുടെ കേസ് കൊച്ചിനെ അംഗനവാടി സസ്പെൻഡ് ചെയ്താൽ കുറെ ഉരുളാൻ നോക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയം പറയുന്ന കുറെ ഉണ്ട്. അതെ അല്ലെ അടുത്ത വേല ഇറക്കുവാൻ നമ്മൾ ഇനിയും വരും. അത് വേറെ നമ്മളെ വണ്ടികളൊക്കെ ഉള്ള ആളുകൾ തന്നെ കേട്ടോ. അപ്പൊ ഒരു 18 തരം 18 തരം ഊക്കുകൾ വന്നതിന് 18 തരം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മളെല്ലാം ആഗ്രഹിച്ചിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ലിസ്റ്റ് അവിടെ നമ്മൾ ഞാനത് ആഗ്രഹിച്ചോ. എനിക്ക് ഉണ്ടായിരുന്നു. അല്ലെ അതെ ഞങ്ങളുടെ വണ്ടി കമ്പിയായിരുന്നു ഭാഗത്ത്. ഞങ്ങൾ അതിനകത്ത് ഇരുന്നോട്ടാ വന്നത്. സീറ്റ് കവർ പഞ്ഞിയും തുണിയും കെട്ടി അതെ സ്റ്റിയറിംഗിന്റെ ഭാഗത്ത് ഒരു അതെ അതില് സീറ്റ് കവർ ഇടാൻ മാറ്റില്ലായിരുന്നു. നമ്മള് തറയിൽ ചവിട്ടി CID മൂസയിലെ കാറാണ് ഓടി ചവിട്ടി വന്നോണ്ടിരുന്ന സീറ്റ് കവർ അല്ല ഫ്ലോർ മാറ്റ് വന്നതിന് നന്ദി. മികച്ച രീതിയിലുള്ള 18 ലോകത്ത് എനിക്ക് പക്ഷെ അതിനകത്ത് സ്റ്റിക്കർ വന്നിട്ടുള്ളതിന് ഓക്കെ അത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ പേരാണ്. അത് നമ്മള് വൃത്തിയുള്ളതും കാണുമ്പോ ഒരു വൃത്തിയുണ്ടല്ലോ, ചുമ്മാ ഒട്ടിക്കരുത്. എന്നാലും നമ്മള് ഇപ്പൊ ഇങ്ങനെ പറയുന്നെങ്കിലും ഇല്ലേ മൂട്ടി കൂടെ തീ ചാടുന്നതും ഇല്ലേ രാത്രി ചില വണ്ടികൾ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് അതും നമ്മള് അംഗീകരിക്കുന്നില്ല കേട്ടോ. നമുക്ക് അത് ഇഷ്ടമുള്ള കാര്യം. നമ്മള് വണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ, പക്ഷെ അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടൊരു വിഷമമുണ്ട് കേട്ടോ. അത് അപ്പൊ ഇനിയും ഇതേപോലെ മികച്ച കുറെ തീരുമാനങ്ങൾ മികച്ച കുറെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അല്ല അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അതെ ഈ ഒരു കാര്യത്തിൽ കേട്ടോ നമ്മള് വണ്ടികളെ സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോയത്. അത് നിങ്ങൾ ചെയ്യുന്ന നല്ല തീരുമാനം. അപ്പൊ അതേപോലെ നല്ലതും ചെയ്യാം. ഇത് മോശമായി പോയി, വളരെ വളരെ മോശമായി പോയി. അതെ ഇനി ചെയ്യാൻ പറ്റട്ടെ. ഇത് ചിലപ്പോ ഇനിയിപ്പോ ഇതിന് മാറ്റം വരുത്തി ഇനി പുതിയ കാര്യങ്ങൾ തരുന്നെങ്കിൽ സന്തോഷം. അപ്പം ഒരു വീഡിയോ കാണാം. അതെ നന്ദി.